നോമ്പുകാലമായാൽ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. മലബാറിലെ ഇസ്ലാം മത ചരിത്രത്തിൽ തന്നെ അനശ്വര പ്രാധാന്യമുള്ള ഈ പള്ളിക്ക് പ്രത്യേകതകൾ ഒട്ടനവധിയുണ്ട്. മസ്ജിദിലെ നിലവിളക്ക് വിജ്ഞാനദാനത്തിന്റെ പ്രതീകമാണ്. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമനാണ് ഈ പള്ളി നിർമ്മിച്ചത്. പ്രാചീന തച്ചുശാസ്ത്ര നിർമ്മാണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മസ്ജിദ്. 3 നിലകളിലായി പഴയ 4 ശൈലിയിൽ തീർത്ത പള്ളിയിൽ ഒരേ സമയം 4000-ഓളം പേർക്ക് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനാകും. പ്രാർത്ഥനകൾക്ക് മുമ്പ് ശരീരശുദ്ധി വരുത്താൻ നിർമ്മിച്ച ഈ ജലസംഭരണി അഥവാ ഹൗൾ കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. മേൽക്കൂരയിൽ നിന്നും മഴവെള്ളം പൂർണ്ണമായും ഈ ജലസംഭരണിയിലേക്കാണ് പതിക്കുക. നിർമ്മാണത്തിലെ പൂർണ്ണത കൊണ്ട് മാത്രമല്ല പൊന്നാനിയിലെ വലിയ പള്ളി ചരിത്രത്തിൽ ഇടം നേടുന്നത്. പ്രാചീന കാലത്ത് ഇസ്ലാം മത പണ്ഡിതരുടെ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. പള്ളിയിലെ നിലവിളക്ക് വിജ്ഞാനത്തിന്റെ അടയാളം കൂടിയാണ്. ഈ നിലവിളക്ക് കൊളുത്തിവെച്ച് ഇതിന് ചുവട്ടിലിരുന്നാണ് പണ്ട് പണ്ഡിതർ മതപഠന ക്ലാസുകൾ അഥവാ ദർസുകൾ നടത്തിയിരുന്നത്. അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കത്തിരിക്കുക എന്ന ബിരുദം ഇപ്പോഴും അത് പല സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് വിളക്കത്തിരുന്നതിൻ്റെ അനുഗ്രഹം തേടുന്നുണ്ട്. എല്ലാ ദിവസവും കത്തിക്കുന്നുണ്ട്. അതിൽ വൈകിട്ട് മഗ്‌രിബ് മുതൽ പുലരുവോളം കത്തിക്കുന്നു. ഇതിലേക്ക് പലരും വെളിച്ചെണ്ണൊക്കെ വഴിപാടായിട്ട് കൊണ്ടുവരാറുണ്ട്. കിളിവാതിലുകളും തട്ടുമെല്ലാം ഒറ്റ തേക്കിലാണ് നിർമ്മിച്ചതെന്നാണ് ചരിത്രം. പൊതുവെയുള്ള വിശ്വാസികളുടെ ഒഴുക്ക് നോമ്പ് കാലത്ത് 10 മടങ്ങാകും. ഇനി പെരുന്നാൾ നിലാവുദിക്കും വരെ മലബാറിലെ മക്ക എന്ന പേര് അന്വർത്ഥമാക്കും വിധമാണ് വലിയ ജുമാ മസ്ജിദിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഏഷ്യനെറ്റ് ന്യൂസ്, മലപ്പുറം.